ഫ്രണ്ട്സ്, ഞാൻ നിരഞ്ജന. ഇന്ന് ഞാനൊരു യാത്രാ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ യാത്ര പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തും പുഴവക്കത്തേക്കാണ്. അപ്പൊ നമുക്ക് പോയാലോ? വാ. ഞാൻ ചിന്നു, ഞാൻ രഞ്ജു, ഇത് ഞങ്ങളുടെ ലോകം. അപ്പൊ നമ്മൾ യാത്ര പോകുന്നത് ഞാനും എൻ്റെ അനിയത്തിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇലക്ട്രിക് ടവർ. ഇലക്ട്രിക് ടവറിന്റെ സൈഡിലൂടെ ഉള്ള റോഡിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് പാടത്തേക്കും പുഴവക്കത്തേക്കും പോവാൻ. ഈ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാടമൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ പാടത്തിന്റെ ഒരു തോടാണ് കേട്ടോ. മഴ പെയ്തതുകൊണ്ടാണ് ഇത്രയ്ക്കും വെള്ളമൊക്കെ നിറഞ്ഞത്. ഇല്ലെങ്കിൽ വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ പാടം. ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ നടക്കാൻ വരലുണ്ട്. നിങ്ങളെ വീട്ടിന്റെ അടുത്തും ഇങ്ങനത്തെ പാടങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയണേ. അപ്പൊ ഇവിടുന്ന് നേരെ പോവാണെങ്കിൽ നമ്മൾ പുഴവക്കം എത്തും കേട്ടോ. ഇതാണ് തുമ്പപ്പൂ. ഞങ്ങളെ പാടത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങൾ ഈ തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ അയ്യപ്പന്മാർക്ക് നടക്കുന്ന സ്ഥലം. അപ്പൊ നമ്മളിതാ പുഴവക്കം എത്താനായിട്ടോ. വീട്ടിൻ്റെ അടുത്തുള്ള പുഴ ചാലിയാർ എന്നാണ് ഇതിന്റെ പേര്. വലുപ്പത്തിൽ 4ാം സ്ഥാനമുള്ള ഈ പുഴയ്ക്ക് കേരളത്തിൽ വലുപ്പത്തിൽ 4ാം സ്ഥാനമാണ് ഈ പുഴയ്ക്കുള്ളത്. 169 കിലോമീറ്റർ ആണ് ഈ പുഴയുടെ നീളം. ഞങ്ങൾ നടക്കാനൊക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഈ പുഴവക്കത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കുറെ കെട്ടിയിട്ട തോണീനൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊ നല്ല ശക്തിയായിട്ടുള്ള മഴ പെയ്യുന്നോണ്ട് തന്നെ ചാലിയാർ ഇപ്പൊ നല്ല ശക്തിയോടെയാണ് ഒഴുകുന്നത്. ഇതാണ് എൻ്റെ സുന്ദരമായ നാട്. ഈ നാട്ടിലെ പുഴയും വയലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്രാ വ്ളോഗ് ചെയ്തത്. എൻ്റെ ഈ നാടും എൻ്റെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്.